Hello everyone. I hope you all are doing great. ഇന്ന് നമ്മുടെ ടോപ്പിക് നെർവസ് സിസ്റ്റം ആണ്. നമ്മൾ ഓൾറെഡി നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബേസിക്സ് ആയിരുന്നു. സോ ഐ ബിലീവ് ഓൾ ഓഫ് യു ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. ആൻഡ് ഇന്ന് നമുക്കിത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആൻഡ് ഓക്കെ, സോ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവം? ലൈക്ക് ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ആൻഡ് സെൽസ് ആണ്. ഇത് എന്താണ് ചെയ്യുന്നത്? ദിസ് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ്. എന്തിനെ? നിങ്ങളുടെ എല്ലാ ബോഡിലി ഫങ്ഷൻസിനും. ഇപ്പം നിങ്ങൾ നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും തൊടുമ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു സെൻസേഷൻ ആണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷൻസ് ആണ്, നിങ്ങളുടെ മെമ്മറിയാണ്, തോട്ടാണ്, എന്താണെങ്കിലും എന്താണ് പറയുക, ഇതെല്ലാം കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ചെയ്യുന്നത് നെർവസ് സിസ്റ്റം ആണ്. ഈ നെർവസ് സിസ്റ്റം രണ്ട് കമ്പോണൻസ് ഉണ്ട് ഇതിന്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? ഇത് ആദ്യം നമുക്ക് പറയാം, ഇത് കൺട്രോൾ സെന്റർ ആണ്. മെയിൻലി നെർവസ് സിസ്റ്റത്തിന്റെ കൺട്രോൾ സെന്റർ ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. രണ്ടാമത് എന്താണ് ചെയ്യുന്നത്? പ്രോസസിങ് ഇൻഫർമേഷൻ ആൻഡ് സെൻഡിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻ. പ്രോസസിങ് ഇൻഫർമേഷൻ ആൻഡ് സെൻഡിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ പെരിഫറൽ നെർവസ് സിസ്റ്റം ആണെന്ന്. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഓൾ ദ നെർവ്സ് ഔട്ട്സൈഡ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. രണ്ടാമത് എന്താണ് നമുക്ക് പറയാനുള്ളത്? പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? കണക്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ റെസ്റ്റ് ഓഫ് ദ ബോഡി, റിലേയിങ് ഇൻഫർമേഷൻ ബാക്ക് ആൻഡ് ഫോർത്ത്. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബാക്കിയുള്ള ടാർഗറ്റ് ഓർഗൻസിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് ആരാണ്? പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഈ നെർവസ് സിസ്റ്റം ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ സെൻഡിങ് ദ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഇനി ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം ഇല്ലേ, ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഇത് എന്താണ് ഇതിന്റെ ഒരു ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മൂവ്മെന്റ്സിനൊക്കെ സഹായിക്കുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് എത്ര തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ട്? നമുക്ക് വോളണ്ടറി മൂവ്മെന്റ്സ്. ഞാനിപ്പോൾ കൈ പൊക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഒരു വോളണ്ടറി മൂവ്മെന്റ് ആണ്. പക്ഷെ എൻ്റെ ഹാർട്ട് ഇവിടെ ഇടിക്കുന്നു, അതെന്താണ്? അതൊരു ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്. അപ്പം ഇതിൽ തന്നെ ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം, ഞാൻ പറഞ്ഞ സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് ഉണ്ട്. ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഇതാണ് വോളണ്ടറി കൺട്രോൾ നമ്മുടെ ശരീരത്തിൽ ഇതിന് കാരണമാവുന്നത് ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആണ്. അതുകൂടാതെ സെൻസറി ഇൻഫർമേഷൻസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആണ്. എങ്കിൽ ഓട്ടോണോമിക്കോ? ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മുടെ ഇൻവോളണ്ടറി സാധനങ്ങളൊക്കെ ഇല്ലേ, ഹാർട്ട്, ഡൈജഷൻ, റെസ്പിറേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം തന്നെ ഫർദർ നമ്മൾ സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് ആൻഡ് എൻറ്ററിക് നെർവസ് സിസ്റ്റം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പതി ആവശ്യമുള്ള സമയം. നമുക്ക് എപ്പോഴാണ് സിമ്പതി? നമ്മളെ പട്ടി അടിക്കാൻ വരുമ്പം, അല്ലെങ്കിൽ നമ്മളെ ആന കുത്താൻ വരുമ്പം, ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെ അയ്യോ, മറ്റേ കണ്ടില്ലേ ന്യൂസിൽ ആനയൊക്കെ ഇടിച്ചെടുത്തോണ്ട്, ആന മതിലൊക്കെ ഇടിച്ചെടുത്തോണ്ട് പോയത്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾക്കാണ് നമുക്ക് സിമ്പതി ആവശ്യം, അല്ലേ? അപ്പൊ ആ സമയങ്ങളിൽ എന്ത് പറ്റും? നമ്മൾ അഡ്രിനാലിൻ റഷ് ആവും. നമുക്ക് സിമ്പതി ആവശ്യമുള്ള സമയത്താണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുക. വേറെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുന്ന വെച്ചാൽ നമ്മൾ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്, നമ്മളിപ്പം മെഡിറ്റേറ്റ് ചെയ്യാണ്, അങ്ങനെയൊക്കെയുള്ള സമയത്താണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുന്നത്. പിന്നെ എൻട്രിക് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഫംഗ്ഷൻ മോട്ടിലിറ്റിക്കൊക്കെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ളതാണ്. ഇത് നമുക്ക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ നെർവ് പാത്വേ നോക്കാം. അപ്പം നമ്മളിവിടെ നെർവ് പാത്വേ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ പ്രീ ഗാംഗ്ലിയോണിക് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. പ്രീ ഗാംഗ്ലിയോണിക് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. ഇതാണ് യെല്ലോ കളറിലുള്ളതാണ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് ഫൈബേഴ്സ്. പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. ഈ പ്രീ ഗാംഗ്ലിയോണിക് നെർവ് ഫൈബേഴ്സ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ഫ്രം ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. ആൻഡ് വാട്ട് ഹാപ്പൻസ്? ദിസ് പ്രീ ഗാംഗ്ലിയോണിക് നെർവ് ഫൈബേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ് റീച്ചസ് ദ ഗാംഗ്ലിയോൺ. അപ്പോൾ നമ്മൾ ഗാംഗ്ലിയോൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എ ഗ്രൂപ്പ് ഓഫ് നെർവ്സ് വേർ എന്താണ് ദീസ് ഫൈബേഴ്സ് സിനാപ്സസ് ഒക്വർ.
ഓക്കെ. എന്നിട്ട് ഗാംഗ്ലിയോണിൽ വന്നിട്ട് പ്രീ ഗാംഗ്ലിയോണിക്ക് സിനാപ്സ് ഫോം ചെയ്തിട്ട് ഈ ഫൈബർ ഗാംഗ്ലിയോണിൽ നിന്ന് എക്സ്റ്റെൻഡ് ആയിട്ട് എവിടെ എത്തും? നമ്മുടെ ടാർഗറ്റ് ഓർഗനിലെത്തും. അപ്പം ആ ഫൈബറാണ് എന്താണ്? പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ്. ഈ സ്ലൈഡിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ സിമ്പത്തറ്റിക് ചെയിൻ എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ചാണ്. എന്താണ് സിമ്പത്തറ്റിക് ചെയിൻ? ഇതെന്ന് പറയുന്ന ഒരു ലോങ് ചെയിൻ ആണ്. ഇവിടെ നമ്മുടെ നമ്മുടെ ബേസ് ഓഫ് ദ സ്കള്ളില്ലേ, സ്കള്ളിന്റെ ബേസ് തൊട്ട് നമ്മുടെ താഴോട്ട് പോയിട്ട് ടെയിൽ ബോൺ വരേക്ക് സ്പൈനൽ കോളത്തിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു ചെയിൻ ആണ് ഈ സിമ്പത്തറ്റിക് ചെയിൻ. ഈ സിമ്പത്തറ്റിക് ചെയിനകത്താണ് ഗാംഗ്ലിയോൺ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് ഗാംഗ്ലിയോൺ. ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നെർവ്സ് ആണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ നോക്കാം. ഈ സ്ലൈഡിൽ ഞാൻ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇത് നമ്മുടെ സ്പൈനൽ കോഡാണ്. അപ്പോൾ സ്പൈനൽ കോഡിന്റെ ലാറ്ററൽ ഹോണിൽ നിന്ന് പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺസ് ഒറിജിനേറ്റ് ആവുന്നു. അത് ഒറിജിനേറ്റ് ആയിട്ട് സിമ്പത്തറ്റിക് ചെയിനകത്തുള്ള ഗാംഗ്ലിയയിൽ വെച്ചിട്ട് സിനാപ്സ് ഫോം ചെയ്യുന്നു. സിനാപ്സ് ഫോം ചെയ്തിട്ട് അവിടുന്ന് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് വഴി നമ്മുടെ പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് എവിടെയാണോ എത്തേണ്ടത് ആ പർട്ടിക്കുലർ ടാർഗറ്റ് ഓർഗൻസ് ഓർ ടിഷ്യൂസിൽ നമ്മുടെ സിഗ്നൽസ് ഫൈനലി റീച്ച് ആവും. അപ്പോൾ നമ്മളിപ്പോൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ സിമ്പത്തറ്റിക്കിൽ നമ്മൾ ഈ സൈഡിൽ നോക്കാൻ പോകുന്നത് ഈ പ്രീ ഗാംഗ്ലിയോണിക് നെർവ് ഫൈബേഴ്സിൽ എന്താണ് ഇതിൽ രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. സിമ്പത്തറ്റിക്കിൽ നമ്മളിത് നോക്കുകയാണെങ്കിൽ പച്ച കളർ നോക്കുകയാണെങ്കിൽ ഇത് കമ്പയർഡ് ടു പാരാസിമ്പത്തറ്റിക് ഇത് ചെറുതല്ലേ, സ്മോൾ ഇൻ സൈസ് അല്ലേ, അത്ര ലോങ് അല്ല. പക്ഷെ ഇതാണെങ്കിൽ എന്താണ് കുറച്ചും കൂടെ ലെങ്തിയർ ആണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമുക്ക് എപ്പോഴാണ് വർക്ക് ആവേണ്ടത്? നമ്മുടെ ഒരു എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് പെട്ടെന്ന് മെസ്സേജ് ബ്രെയിനിൽ എത്തണം. ഇപ്പോൾ ഒരു പട്ടി നമ്മളെ കടിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പട്ടി കടിക്കാൻ വരുന്ന ഓടണം എന്ന റെസ്പോൺസ് നമുക്ക് പെട്ടെന്ന് തന്നെ, അല്ലാതെ പതുക്കെ ആണെങ്കിൽ പട്ടീനെ കണ്ടു, ഓ പട്ടിയാണോ, ഓക്കെ ഞാൻ ഓടണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട സമയമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് അവിടെ ഓടി രക്ഷപ്പെടണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് സിഗ്നൽസ് എവിടെ എത്തണം? ബ്രെയിനിൽ എത്തി നമ്മൾ അതിനുള്ള റെസ്പോൺസ് ചെയ്യണം അല്ലേ. അപ്പൊ അത് ഭയങ്കര ലോങ് ചെയിൻ ആണെങ്കിൽ അതിൽ പറ്റുമോ? ഫൈബർ ആണെങ്കിൽ പറ്റുമോ? ഇല്ല. ഷോർട്ടർ ലെങ്ത് ആകുമ്പോൾ ചെറിയ ദൂരമേ അതിനുള്ളൂ. അപ്പം പെട്ടെന്ന് ഫാസ്റ്റ് റെസ്പോൺസ് നടക്കാൻ സഹായിക്കും. പക്ഷെ പാരാസിമ്പത്തറ്റിക് എങ്ങനെയാണ്? പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ആണെന്ന് പറയുന്നത്. നമ്മൾ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് പതുക്കെ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് വർക്ക് ആവുന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ നമുക്കൊരു എമർജൻസി ആണോ? അല്ല. അപ്പം ഭയങ്കര സ്ലോ ആയിട്ട് നമുക്ക് സിഗ്നൽസ് ഒക്കെ റീച്ച് ആയാൽ മതി. അപ്പം പാരാസിമ്പത്തറ്റിക്കിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈബേഴ്സ് എങ്ങനെയാണ്? ലോങ്ങർ ആണ്. നമ്മുടെ സിമ്പത്തറ്റിക് നെർവ്സ് നെർവ് എന്താ ചെയ്യുന്നത്? ബ്രെയിൻ സ്റ്റെമ്മിൽ ഹൈപ്പോതലാമസിൽ നിന്ന് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യും. റിസീവ്സ് ഇൻഫർമേഷൻ ഫ്രം ബ്രെയിൻ സ്റ്റെം ആൻഡ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് അല്ലേ. അവിടുന്ന് ഇൻഫർമേഷൻ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവിടുന്ന് ഇൻഫർമേഷൻ റിസീവ് ചെയ്തിട്ട് ലാറ്ററൽ ഹോൺ ഓഫ് സ്പൈനൽ കോഡിൽ എത്തും. ലാറ്ററൽ ഹോൺ ഓഫ് സ്പൈനൽ കോഡ് അവിടുന്ന് എന്താവും? അപ്പൊ ലാറ്ററൽ ഹോൺ ഓഫ് സ്പൈനൽ കോഡിൽ എത്തും. സ്പെസിഫിക്കലി ഏത് റീജിയൻ ഉള്ളത്? മറ്റ് തൊറാക്കോ ലംബാർ റീജിയൻ T1 to L2 വരെ തൊറാക്കോ ലംബാർ റീജിയനിൽ നിന്ന് ഒറിജിനേറ്റ് ആവും? പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ്. പ്രീ ഗാംഗ്ലിയോണിക് നെർവ് ഫൈബേഴ്സ് പ്രീ ഗാംഗ്ലിയോണിക് നെർവ് ഫൈബേഴ്സ് ഉണ്ടായിട്ട് അതെവിടെ പോകുക? ഇവിടെ നിന്നാണ് പ്രീ ഗാംഗ്ലിയോണിക് നെർവ് ഫൈബർ ഉണ്ടായിട്ട് നമ്മുടെ ഈ സിമ്പത്തറ്റിക് ചെയിനിലെത്തും. സിമ്പത്തറ്റിക് ചെയിനിന്റെ ഗാംഗ്ലിയോണിൽ വെച്ച് സിനാപ്സ് ആവും. പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് സിനാപ്സസ് at the ganglion of sympathetic chain. അപ്പൊ ഇവിടെ നിന്ന് ഈ പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സിലെ ഈ പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യും. ആ ഹോർമോണിന്റെ പേരാണ് അസറ്റൈൽ കോളിൻ. ഞാൻ ഇവിടെ ACH എന്ന് എഴുതുന്നു. ഈ അസറ്റൈൽ കോളിൻ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സിന് ഫൈബർ പോയിട്ട് സിമ്പത്തറ്റിക് ചെയിനിലുള്ള ഗാംഗ്ലിയോ ആയിട്ട് പിന്നെ അവിടുന്ന് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ആയിട്ട് എക്സ്റ്റെൻഡ് ആവും അല്ലേ. അപ്പൊ സിനാപ്സ് ചെയ്തിട്ട് പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് ഫൈബർ ആയിട്ട് മാറും. പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് ഫൈബർ ആയിട്ട്
മാറും. അപ്പൊ ഈ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ഒരു ഹോർമോൺ റിലീസ്, അതിന്റെ പേരാണ് നോറെപ്പിനെഫ്രിൻ. ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നോറെപ്പിനെഫ്രിൻ. ഈ നോറെപ്പിനെഫ്രിൻ ഉണ്ടാവണമെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, അസറ്റൈൽ കോളൈൻ ഈ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബറിലെ നിക്കോട്ടിനിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസപ്റ്റർ ഉണ്ട്. നിക്കോട്ടിനിക് റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് നിക്കോട്ടിനിക് റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ നോറെപ്പിനെഫ്രിൻ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് എവിടെയാണ് നമ്മുടെ എൻഡ് ഓർഗൻസ് അല്ലേ, ടാർഗറ്റ് ടിഷ്യൂസിലാണ്. എൻഡ് ഓർഗൻസ് ഓർ ടാർഗറ്റ് ടിഷ്യൂസിൽ അവിടെ പോയി ഈ നോറെപ്പിനെഫ്രിൻ റിലീസ് ചെയ്ത് അവിടെ ആക്ഷൻ ഉണ്ടാക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഈ മൊത്തത്തിൽ നടക്കുന്നത്. ഇതിൽ എനിക്ക് സ്പെസിഫിക്കലി യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തില് ആദ്യം എന്താണ്, പ്രീ ഗാംഗ്ലിയോണിക്ക് സിമ്പത്തറ്റിക് ചെയിനിൽ പോയിട്ട് ഗാംഗ്ലിയോൺ ആയിട്ട് പിന്നെ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ആയിട്ട് വരും അല്ലേ, അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എമർജൻസി ആയിട്ട് വേണ്ട ഹോർമോൺസ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ ഏതൊക്കെയാണ്, എപ്പിനെഫ്രിൻ അല്ലേ. അപ്പൊ അത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡ് എവിടെ ഇരിക്കുന്നത്, കിഡ്നിന്റെ മണ്ടയിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കുഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. അതാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ അഡ്രിനൽ ഗ്ലാൻഡിൽ പ്രീ ഗാംഗ്ലിയോണിക് ആയിട്ട് തന്നെ ഇവിടെ പോയിട്ടാണ് ഇതാവും. സിനാപ്സ് ഉണ്ടാക്കി പോസ്റ്റ് ഗാംഗ്ലിയോണിൽ നിന്ന് അങ്ങനെ നിൽക്കത്തില്ല. കാരണം നമുക്ക് എമർജൻസി ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. അപ്പൊ പ്രീ ഗാംഗ്ലിയോണിക് ഡയറക്ട്ലി പോയിട്ട് ഈ അഡ്രിനൽ ഗ്ലാൻഡിൽ ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ നിന്നാണ് നമുക്ക് എമർജൻസി ഹോർമോൺസ് ആയിട്ടുള്ള എപ്പിനെഫ്രിൻ ഉണ്ടാകുന്നത്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് റീക്യാപ്പ് ചെയ്യാം. അതായത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും, നമ്മുടെ ഹൈപ്പോതലാമസ് ബ്രെയിൻ സ്റ്റെമിൽ നിന്ന് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യും. ഇൻഫർമേഷൻ റിസീവ് ചെയ്തിട്ട് ലാറ്ററൽ ഹോണിലെത്തും, സ്പൈനൽ കോഡിന്റെ ലാറ്ററൽ ഹോണിലെത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ സിമ്പത്തറ്റിക്കിന്റെ പ്രീ ഗാംഗ്ലിയോണിക് നെർവ് ഫൈബേഴ്സ് എക്സിറ്റ് ചെയ്യുന്നത്. ആ ഏരിയ ഏതാണ്, ലാറ്ററൽ ഹോൺ നമ്മുടെ തൊറാക്കോ ലംബാർ ഏരിയയിലാണ്. അതായത് T1 to L2 വരെ ഉള്ള ഏരിയയുടെ ലാറ്ററൽ ഹോണിൽ നിന്നാണ് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ഓഫ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എക്സിറ്റ് ചെയ്യുന്നത്. അങ്ങനെ എക്സിറ്റ് ചെയ്തിട്ട് സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക, നമ്മുടെ അവിടെ ഒരു സിമ്പത്തറ്റിക് ചെയിൻ ഉണ്ട്. ദാണ്ട ഈ സാധനം, ഈ സിമ്പത്തറ്റിക് ചെയിൻ ഉണ്ട്. സിമ്പത്തറ്റിക് ചെയിനിനകത്ത് ഗാംഗ്ലിയോൺ ഉണ്ട്. ആ ഗാംഗ്ലിയോണിൽ പ്രീ ഗാംഗ്ലിയോണിക് വന്നിട്ട് സിനാപ്സ് ചെയ്തിട്ട് അവിടുന്ന് പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എൻഡ് ഓർഗനിൽ എത്തുന്നു. ഇങ്ങനെയാണ് പൊതുവെ. ഇതിൽ നമുക്ക് പറയാനുള്ള വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീ ഗാംഗ്ലിയോണിക്ക് ഇന്ന് റിലീസ് ആവുന്ന ഒരു ഹോർമോണാണ്, അതാണ് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത്. ഈ അസറ്റൈൽ കോളിൻ പോസ്റ്റ് ഗാംഗ്ലിയോണിക്കിലെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിൽ ചെന്ന് ആക്ട് ചെയ്യും അല്ലേ. അങ്ങനെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ്, നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, അവിടുത്തെ പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള നോറെപ്പിനെഫ്രിൻ ഉണ്ടാവുന്നത്. ഇത് കൂടാതെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓൾസോ ഇന്നർവേറ്റ്സ് അഡ്രിനൽ മെഡുല്ല എന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ, നമ്മുടെ സിമ്പത്തറ്റിക് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ഇല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹോർമോൺസ് അഡ്രിനൽ മെഡുല്ലയിലുള്ള ഹോർമോൺസ് എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ ബ്ലഡ് സ്ട്രീമിൽ ഡയറക്റ്റ്ലി നമുക്ക് പെട്ടെന്ന് റിലീസാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രീ ഗാംഗ്ലിയോണിക് പിന്നെ സിമ്പത്തറ്റിക് ചെയിനിൽ ഗാംഗ്ലിയോൺ ആയിട്ട് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ആവാനുള്ള സമയമൊന്നുമില്ല, നമുക്ക് ഫാസ്റ്റ് ആക്ഷൻ ആണ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഇവിടുത്തെ യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ഡയറക്റ്റ്ലി വന്നിട്ട് അഡ്രിനൽ മെഡുല്ലയിൽ ഇന്നർവേറ്റ് ചെയ്യും. അവിടെ നിന്ന് വേറെ ചെയ്യുന്നില്ല. അപ്പോൾ അഡ്രിനൽ മെഡുല്ലയിൽ ഇന്നർവേറ്റ് ചെയ്തിട്ട് അവിടെ ക്രൊമാഫിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലുണ്ട്. ഈ അഡ്രിനൽ മെഡുല്ലയിൽ ഇവിടെ ക്രൊമാഫിൻ എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. ഈ സെൽസിൽ നിന്നാണ് എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ റിലീസ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രൊമാഫിനെ വേണമെങ്കിൽ, പ്രീ ഗാംഗ്ലിയോണിക്ക് ഡയറക്റ്റ്ലി ഇവിടെ വന്ന് ഇന്നർവേറ്റ് ചെയ്തിട്ടാണല്ലോ ആവുന്നത്. അപ്പോൾ ഈ ക്രൊമാഫിൻ പ്രീ ഗാംഗ്ലിയോൺ ശേഷം വരുന്ന ആരാണ്, പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ. അപ്പോൾ നമുക്ക് ഈ ക്രൊമാഫിനെ വേണമെങ്കിൽ ഒരു മോഡിഫൈഡ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺസ് എന്ന് പറഞ്ഞൂടെ, പറയാമല്ലോ. യെസ്. അപ്പം sympathetic nervous system innervates the adrenal medulla, which act as a collection of postganglionic neurons. When stimulated by the acetylcholine, the adrenal medulla releases epinephrine into the bloodstream, and the epinephrine acts as a hormone because it is released into the blood and circulates throughout the body. ഇതിൽ നമ്മൾ ഈ നോറെപ്പിനെഫ്രിൻ, ഡോപ്പാമിൻ, എപ്പിനെഫ്രിൻ ഒക്കെ റിലീസ് ആയിട്ട് എവിടെ പോയി ആക്ട് ചെയ്യും എന്നുള്ളതും കൂടെ ഓർക്കണം. നമ്മുടെ ഈ എൻഡ് ഓർഗൻസിൽ പോയിട്ട് അവിടുത്തെ ഏത് റിസപ്റ്റേഴ്സ് ആണ്, ആൽഫ ആൻഡ് ബീറ്റ റിസപ്റ്റേഴ്സ് ഓൺ എൻഡ് ഓർഗൻ. ആൽഫ ബീറ്റ റിസപ്റ്റേഴ്സ് ഓൺ ദ എൻഡ് ഓർഗൻ ഇമ്പോർട്ടൻ്റ് ആണ്.
അങ്ങനെ അവിടെ ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് എമർജൻസി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതായത് എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടണം, ബ്ലഡ് പ്രഷർ കൂടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കണമല്ലോ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി നടക്കുന്നത്. ഈ അഡ്രിനൽ മെഡുല്ലയുടെ കാര്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് അറിയാത്തവർക്ക്, കിഡ്നീൻ്റെ മുകളിലുള്ള ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഇന്നർ ഏരിയനെയാണ് നമ്മൾ അഡ്രിനൽ മെഡുല്ല എന്ന് പറയുന്നത്. അപ്പം ഈ അഡ്രിനൽ മെഡുല്ലയിൽ എന്ത് സെൽസ് ആണുള്ളത്? അഡ്രിനൽ മെഡുല്ലയിലുള്ള സെൽസ് ആണ് ക്രോമാഫിൻ സെൽസ്. CHROMAFFIN, ക്രോമാഫിൻ സെൽസ്. ഈ ക്രോമാഫിൻ സെൽസിനെ നമുക്ക് എന്തെന്ന് പറയാൻ വെച്ചാൽ മോഡിഫൈഡ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് സിമ്പത്തറ്റിക് ന്യൂറോൺ ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് എന്ത് കാറ്റക്കോലമൈൻസ്. എന്താണ് കാറ്റക്കോലമൈൻസ്? കാറ്റക്കോലമൈൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് സച്ച് ആസ് എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ആൻഡ് അഡ്രിനാലിൻ. ഇനി ഈ ഹോർമോൺസിന്റെ ഫംഗ്ഷൻ കൂടെ നമുക്ക് ഓർത്തിരിക്കണം. അപ്പം അഡ്രിനാലിൻ എന്ന് പറഞ്ഞ മറ്റൊരു പേരും കൂടെ ഓർത്ത് വയ്ക്കുക. അഡ്രിനാലിന്റെ പേരാണ് എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അഡ്രിനാലിൻ ഇൻക്രീസസ് ദ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ആൻഡ് നമുക്ക് എനർജി സപ്ലൈ. ഓൾസോ ഇറ്റ് ഹെൽപ്സ് ദ ബോഡി റെസ്പോൺസ് ക്വിക്ലി, എൻഹാൻസിങ് ദ ഫൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ്. ഇനി നോർ അഡ്രിനാലിന്റെ മറ്റൊരു പേരാണ് നോറെപ്പിനെഫ്രിൻ. ഇത് എന്താണ് ചെയ്യുന്നത്? ഇത് അഡ്രിനാലിന്റെ കൂടെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അതായത് വർക്ക് along with അഡ്രിനാലിൻ. എന്തിനാണ്? ടു ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് ഇവിടെ വേറൊരു ഇതും കൊണ്ടുണ്ട്, ബ്ലഡ് ഷുഗർ ലെവൽസും കൂട്ടും. ആൻഡ് ഓൾസോ ദിസ് നോർ അഡ്രിനാലിൻ ഹെൽപ്സ് ടു നാരോ ദ ബ്ലഡ് വെസൽസ്. സ്ട്രെസ് റെസ്പോൺസ് എങ്ങനെയാണ്? അഡ്രിനൽ മെഡുല്ല release these hormones in response to signals from the sympathetic nervous system, particularly during the stressful situations. This release helps to prepare the body to either fight or flight from the threat. പിന്നെ റെഗുലേഷൻ ഓഫ് ഓട്ടോണോമിക് ഫംഗ്ഷൻസ് എന്താണ്? അതായത് these hormones help regulate various autonomic functions such as heart rate, blood pressure and metabolism, ensuring the body can cope with immediate physical demands.